സുഭാദ്ര കുക്കിംഗ് ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു പാലക് പനീറാണ് ചെയ്യാൻ പോകുന്നത്. പാലക് പനീർ ചെയ്യുമ്പോൾ പാലക്കിന് ആദ്യം ബ്ലാൻഡ് ചെയ്തെടുക്കണം. അത് ഞാൻ ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ട്, എങ്കിലും കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഒരിക്കൽ കൂടി ചെയ്ത് കാണിക്കാം. വെള്ളം നന്നായിട്ട് വെട്ടിത്തിളപ്പിക്കുക. അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ പച്ചമുളക് ഇതിനകത്തേക്ക് തന്നെയാണ് ആഡ് ചെയ്ത് കൊടുക്കണേ. അതുപോലെ ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് പാലക്ക് ഞാൻ 2 കെട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 3 പച്ചമുളകും പിന്നെ ഒരു 5 ബദാമും 3 കാഷ്യൂനട്ട് എടുത്തിട്ടുണ്ട്. കാരണം ബാക്കി ഇന്ന് ഞാൻ ഫ്രഷ് ക്രീം ചേർക്കണില്ല, അതിന് പകരം ഒരു 12 കാഷ്യൂനട്ട് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇത് അരച്ച് നമുക്ക് ഫ്രഷ് ക്രീമിന് പകരം ഒഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ പാലക്ക് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 കെട്ട് പാലക്കാട്ട് എടുത്തിരിക്കുന്നത്. ഗ്രേവി അനുസരിച്ചിട്ട് നിങ്ങൾക്ക് പാലക്കിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അപ്പോൾ ഇതിനകത്തേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. തിളയ്ക്കാൻ വെള്ളത്തിലേക്ക് പാലക്ക് ഇട്ട് കൊടുക്കുക. പാലക്കിൻ്റെ ഇല ഇട്ടിട്ട് വെള്ളം വെട്ടി തിളപ്പിക്കരുത്, അപ്പോൾ അതിൻ്റെ ഇലയുടെ കളറ് നഷ്ടപ്പെട്ടു പോകും. ഞാൻ തീ ഓഫ് ചെയ്യാണ്. അതിൻ്റെ ഒപ്പത്തിൽ തന്നെ ഞാൻ 3 പച്ചമുളകും 3 കാഷ്യൂനട്ടും 5 ബദാമും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിനെ നമുക്കൊന്ന് ശരിക്കും നന്നായിട്ടൊന്ന് മുക്കി കൊടുക്കാം. ഒരു 2 മിനിറ്റ് അതിനകത്തേക്ക് ഇട്ടാൽ മതി. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും ഇതിൻ്റെ വെള്ളത്തിൻ്റെ കളർ കണ്ടിട്ട് ഒരു യെല്ലോയിഷ് കളറിൽ വരും. അപ്പോൾ ഇത് പാലക്ക് ചേർത്തിട്ട് പിന്നെ തിളപ്പിക്കരുത് കേട്ടോ. എന്നിട്ട് ഇതിനെ നമ്മൾ നല്ല തണുത്ത ഐസ് വാട്ടറിലേക്ക് ഇട്ട് കൊടുക്കണം. ഞാനിവിടെ ഐസ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഇതിൽ നിന്ന് കോരി അതിന് ഇട്ട് കൊടുക്കണം. തണുത്ത വെള്ളത്തിൽ ഡിപ്പ് ചെയ്തിട്ടിട്ടുണ്ട്. അതിൻ്റെ ചൂടൊന്ന് ആറി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ ഈ ബദാമിൻ്റെ ഒക്കെ സ്കിന്നൊന്ന് റിമൂവ് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതിനെ ഒരു അരിപ്പ പാത്രത്തിലേക്ക് കുറച്ചൊന്ന് സ്ക്യൂസ് ചെയ്ത് കളഞ്ഞിട്ട് വേണം ഇതിനൊന്ന് എടുക്കാനായിട്ട്. നമ്മൾ ഒരുപാട് വെള്ളം ചേർത്തിട്ട് ഇത് അരച്ചെടുക്കരുത്. ഒട്ടും വെള്ളം ഇല്ലാണ്ടാണ് നമ്മളിതിനെ അരയ്ക്കാൻ പോണത്. പിന്നെ വെള്ളം വേണമെങ്കിൽ തന്നെ ഐസ് ക്യൂബ്സ് മാത്രമേ ചേർക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇതിനെ ഒന്നൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതാ ഞാൻ അതിനെല്ലാം റിമൂവ് ചെയ്ത് ഈ വെള്ളം വേണമെങ്കിൽ നമുക്ക് സബ്ജിയിലേക്ക് ഒഴിക്കാം കേട്ടോ. കാരണം ആദ്യം എടുത്ത വെള്ളം ഒഴിക്കേണ്ട, രണ്ടാമത് നമ്മൾ ഐസ് വാട്ടറിലിട്ട വെള്ളം സബ്ജിയിലേക്ക് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് അത്രയും പാലക്ക് ബ്ലാൻഡ് ചെയ്ത് വന്നപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഇതിനെ നമുക്ക് മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇല്ലാത്തവർ ഇതിൻ്റെ കൂടെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തിട്ട് ഒരുമിച്ച് അരച്ചെടുത്താൽ മതി. അപ്പോൾ ഞാനിതിനൊന്ന് അരച്ചെടുത്തിട്ട് വരട്ടെ. അതിനകത്തേക്ക് കുറച്ച് ജീരകം ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് അക്ക മസാല എടുത്ത് വെച്ചിട്ടുണ്ട്. 2 വയണ്ണയില എടുത്ത് കീറി വെച്ചിട്ടുണ്ട്. പിന്നെ കറുകപ്പട്ട, 1 ഏലക്ക, 4 ഗ്രാമ്പു, ഇത്തരം സാധനങ്ങൾ ഇട്ട് കൊടുക്കുക. ഇതിലേക്കായിട്ട് വെളുത്തുള്ളി വേറെ ചേർക്കണില്ല. ഞാനപ്പോൾ ഒനിയൻ ഒരു മീഡിയം സൈസ് ഒനിയൻ അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. വെളുത്തുള്ളി ഞാൻ കറിയിൽ ലാസ്റ്റിൽ കുറച്ചിങ്ങനെ മൂപ്പിച്ചിട്ട് ചേർത്ത് കൊടുക്കണുള്ളൂ. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇതിനൊന്ന് നന്നായിട്ട് ബ്രൗൺ കളറ്, ലൈറ്റ് ബ്രൗൺ കളറാണോ വരെ വഴറ്റി. ഒണിയൻ ഒരുവിധം വാടി വന്നപ്പോൾ ഞാൻ ഒരു ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി വന്നാൽ ഒരു 1.5 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. കാരണം ഇതിനകത്തേക്ക് ഒരുപാട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആയി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഭയങ്കരമായിട്ടൊരു കുത്തു വരും. അപ്പോൾ അതിനെ ഒന്ന് നന്നായിട്ട് നമ്മൾ ഇതിനകത്തേക്ക് ഇനി ലാസ്റ്റിലൊരു വെളുത്തുള്ളിയുടെ തടുക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഭയങ്കരമായിട്ട് വെളുത്തുള്ളിയുടെ കുത്തു വരും. അതുകൊണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1.5 കൂടണ്ട. അതൊന്ന് ഓയിലിൽ കിടന്നിട്ടൊന്ന് എന്താ പറയുക മൂപ്പിച്ചെടുക്കുക. അപ്പോൾ ഇതിനകത്തേക്ക് നിങ്ങൾക്ക് ഓയിലിന് പകരം ബട്ടറോ നെയ്യോ ഒഴിച്ചിട്ട് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ബട്ടറിലാണ് തടുക്ക ഇടുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഓയിലെടുത്തത്. ഇനി ഇതിനകത്തേക്ക് അടുത്ത് ചേർത്ത് കൊടുക്കുന്നത് കടലപ്പൊടിയാണ്. ഞാൻ 1 ടേബിൾ സ്പൂൺ കടലപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. കടലപ്പൊടി ഒരു മിനിറ്റ് വഴറ്റിയതിന് ശേഷം ഞാൻ അതിനകത്തേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാൻ പോണ്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. നമുക്കിത് ഗ്രീൻ കളറിലാണ് വേണ്ടത്, അതുകൊണ്ട് തന്നെ മറ്റുള്ള മസാലപ്പൊടികൾ കുറവേ ഇതിനകത്ത് ഉപയോഗിക്കുകയുള്ളൂ. അത്രയും തന്നെ കാശ്മീരി റെഡ് ചില്ലി പൗഡർ വളരെ കുറച്ച് മതി, ഇല്ലെങ്കിൽ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. 1 ടീസ്പൂണ് മല്ലിപ്പൊടി ഇത്രയും ചേർക്കുക. പിന്നെ 1 ടീസ്പൂണ് ജീരകത്തിൻ്റെ പൊടി. ജീരകം വറുത്തിട്ട് പൊടിച്ച് വെച്ചേക്കാം കേട്ടോ. ഞാൻ ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മളിവിടെ തക്കാളിക്ക് പകരം തൈരാണ് ചേർത്ത് കൊടുക്കണേ. അപ്പോൾ തൈര് ഞാൻ 250 ഗ്രാം പനീറാണ് ഞാൻ എടുത്തിരിക്കണേ. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 1/2 കപ്പ് തൈര് എടുത്തിരിക്കണേ. തൈരിൻ്റെ അളവ് കൂടി കഴിഞ്ഞാൽ ഈ ഗ്രേവിയുടെ കളറിൽ കുറച്ച് ചേഞ്ചസ് വരും കേട്ടോ. അതുകൊണ്ട് തൈര് ഇത്രയും ഒരു അളവിന് 1/2 കപ്പിൽ കൂടണ്ട. അപ്പോൾ ഈ പൊടികളൊന്ന് എണ്ണയിൽ കിടന്നൊന്ന് മൂത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിതാ 1/2 കപ്പ് തൈര് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തൈര് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, തീ നല്ല ഫുൾ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ അത് പിരിയില്ല, അത് നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് വരും. ആ സമയത്ത് നമുക്ക് നമ്മുടെ ഗ്രേവി ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ 1 മിനിറ്റോളം ആയിട്ടുണ്ട്. ഞാൻ ഇതിനകത്തേക്ക് ഈ തൈര് ഒഴിച്ച് കൊടുക്കുകയാണ്.
തീ ഒന്ന് ഫുൾ ഫ്ലെയിമിൽ വെക്കുക. അത് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. തൈര് ഒഴിച്ച് ഒരു 2 മിനിറ്റോളം ഇതേപോലെ ഫുൾ ഫ്ലെയിമിൽ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കും. ആ തൈരിലെ വെള്ളമൊക്കെ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വരും. ആ സമയത്ത് ഇതിനകത്തേക്ക് നമുക്ക് നമ്മുടെ അരച്ച് വെച്ചിരിക്കുന്ന പാലക്ക് ചേർത്ത് കൊടുക്കാം. പാലക്കിനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ ജാറിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ബ്ലാൻഡ് ചെയ്യാത്ത ഐസ് വാട്ടർ ഉണ്ടല്ലോ, അതാണ് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് 3 ഐസ് ക്യൂബ്സ് ഇട്ടിട്ടാണ് അരച്ചെടുത്തിരിക്കുന്നത്. സാധാരണ വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. ഇത് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ഗ്രേവി നമ്മൾ ബ്ലാൻഡ് ചെയ്ത വെള്ളം വേണ്ടാന്നുണ്ടെങ്കിൽ സാധാരണ വെള്ളം ഒഴിച്ചു കൊടുത്താലും മതി. എന്നിട്ട് ഇതിനൊന്ന് നന്നായിട്ട് മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. അപ്പോൾ ഇതിന് നല്ല കളറില്ലേ നോക്കിയേ. ഇത് ശരിക്കും ആ ഐസ് വാട്ടറിലിട്ട് ഐസ് വാട്ടറിലേക്ക് ഇടുന്നതുകൊണ്ടും ഐസ് ഇട്ട് അരച്ചെടുക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ കളർ കിട്ടുന്നത് കേട്ടോ. പിന്നെ ഇതിനകത്തേക്ക് ഉപ്പ് ഇടുമ്പോൾ ശ്രദ്ധിക്കണം. പാലക്ക് ഓൾറെഡി ഉപ്പുള്ള ഒരു ലീഫാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉപ്പ് ഒരുപാട് വാരിയിടരുത്. ഞാൻ ഓൾറെഡി സവോള വഴറ്റിയപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി ഗ്രേവിക്ക് ആവശ്യം നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതിനൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് മൂടി വെച്ച് നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്യണം, അവരെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഗ്രേവി നന്നായിട്ട് എല്ലായിടത്തും നല്ല തിള വന്നിട്ടുണ്ട്. ഞാൻ ഇതിനകത്തേക്ക് നമ്മുടെ പനീറിനെ ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. പനീർ എന്തായാലും അതിനകത്ത് കിടന്നൊന്ന് വേവണം. ഞാൻ പനീർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് ഫ്രൈ ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് ഫ്രൈ ചെയ്യാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ല മലായി പനീറാണ് ഞാൻ മേടിച്ചിരിക്കുന്നത്. ഇത് സെപ്പറേറ്റ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ തന്നെ ഡയറക്റ്റ് ഇട്ടാൽ നല്ല സോഫ്റ്റായിട്ട് തന്നെ കിടക്കും. ആ പനീറിനെ ആഡ് ചെയ്തു. ചേർത്ത് ഒന്ന് തിള വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ അതിനകത്തേക്ക് ഞാൻ അരച്ച് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ടിൻ്റെ പേസ്റ്റ് ചേർത്ത് കൊടുക്കണം. കാഷ്യൂനട്ട് കച്ചയായിട്ട് കിടക്കും, അതുകൊണ്ട് അതിനെ ഒന്ന് തിളയ്ക്കണം. ഫ്രഷ് ക്രീമാണെങ്കിൽ നമുക്ക് ഇറക്കണതിന് മുന്നായിട്ട് ആഡ് ചെയ്താൽ മതിയായിരുന്നു. അപ്പോൾ ഗ്രേവി നല്ല തിക്കായിട്ട് വരികയും ചെയ്യും. നല്ല ടേസ്റ്റാണ് കാഷ്യൂനട്ടിൻ്റെ പേസ്റ്റ് ചേർക്കുമ്പോൾ. ഇപ്പോഴും നല്ല ഗ്രീനിഷ് കളറിൽ തന്നെയാണ് നമ്മുടെ പാലക്ക് ഇരിക്കുന്നത്. ഒന്ന് തിള വരട്ടെ. കസൂരി മേത്തി പൊടിച്ചത്, പിന്നെ ഗരം മസാല, ഒരു ചെറിയ ടീസ്പൂൺ ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുള്ളൂ, കാരണം ഞാൻ ഒണിയൻ വഴറ്റിയപ്പോൾ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി ടേസ്റ്റ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ കാഷ്യൂ പേസ്റ്റ് ഒഴിച്ച് ഒന്ന് തിളച്ച് ഒന്ന് കുറുകും. അപ്പോൾ തന്നെ അതങ്ങനെ കുറുകി വരും കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലെ ഇറക്കി വെച്ച് കഴിഞ്ഞാലും കുറച്ചും കൂടി ഒന്ന് ഇതിരുന്ന് തിക്കായിക്കോളും. അപ്പോൾ ഇതിനെ നമുക്ക് ഓഫ് ചെയ്യാറായി. അപ്പോൾ ടേസ്റ്റൊക്കെ നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. റെഡി ആയിട്ടുണ്ട്. ഞാൻ അതിനകത്തേക്ക് ബട്ടറിൽ കുറച്ച് വെളുത്തുള്ളിയും ജീരകവും കുറച്ച് കാശ്മീരി റെഡ് ചില്ലി പൗഡറും കൂടി ചേർത്തിട്ട് മൂപ്പിച്ച് അങ്ങോട്ട് ഒഴിച്ചേക്കാണ്. അതിൻ്റെ ഒരു നല്ലൊരു ഫ്ലേവറായിരിക്കും വരിക. അപ്പോൾ അതൊന്ന് അടച്ചു വെച്ച് കൊടുക്കണം. അപ്പോഴാണ് അത് കംപ്ലീറ്റ് ആയിട്ട് അതിനകത്തേക്ക് കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പുതിയ വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഒരു നല്ല ദിനം. നന്ദി, നമസ്കാരം.